കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS സെക്ഷൻ ഏതാണ്? NDPS സെക്ഷൻ 28. സാക്ഷികളെ വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ ഏത്? സെക്ഷൻ 161. മരണസമയത്ത് പരേതന്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിന്റെ നേരുകേടായ ദുർവിനിയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ സെക്ഷൻ 404. പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ കേരള പോലീസ് ആക്ട് സെക്ഷൻ 117. കേരള പോലീസ് ആക്ട് സെക്ഷൻ 117 പ്രകാരമുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെ? 1988, 2001, 2014. IPC സെക്ഷൻ 384C പ്രകാരമുള്ള ശിക്ഷ എന്താണ്? 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷം വരെയുള്ള തടവും പിഴയും. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് സ്റ്റീഫൻ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 1. സാക്ഷിയായി പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴിയുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എവിഡൻസ് ആക്ട് സെക്ഷൻ 32. കോടതി മുൻപാകെ ഒരു സംഭവത്തെക്കുറിച്ച് നേരിട്ട് കണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിച്ചു മനസ്സിലാക്കിയോ വാമൊഴിയായി നൽകുന്ന തെളിവിനെ പറയുന്ന പേര് ഓറൽ എവിഡൻസ്. IPC സെക്ഷൻ 354 പ്രകാരമുള്ള ശിക്ഷ എന്താണ്? 1 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെയുള്ള തടവും കൂടാതെ പിഴയും. ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്വകാര്യ പ്രവൃത്തി നിരീക്ഷിക്കുകയോ ചിത്രങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ. ഉത്തരം IPC സെക്ഷൻ 354C. എവിഡൻസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം ലാറ്റിൻ. ഒരു സംഭവം നേരിട്ട് കാണുകയാണെങ്കിൽ ഏതുതരം എവിഡൻസ് പ്രകാരമാണ് ആ സംഭവം തെളിവായി സ്വീകരിക്കുന്നത്? ഉത്തരം ഡയറക്റ്റ് എവിഡൻസ്. കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവ്? ഉത്തരം റിയൽ എവിഡൻസ്. ജാമ്യം അനുവദിക്കേണ്ട കുറ്റം പ്രതിപാദിക്കുന്ന CRP സെക്ഷൻ. ഉത്തരം CRP സെക്ഷൻ 2A. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട CRP സെക്ഷൻ ഏതാണ്? ഉത്തരം CRP സെക്ഷൻ 54. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടി പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ. ഉത്തരം CRPC സെക്ഷൻ 167. കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 2000. ഐക്യരാഷ്ട്ര സംഘടന പാസാക്കിയ കുട്ടികളുടെ അവകാശ കൺവെൻഷനിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചതെന്നാണ്? 1992 ഡിസംബർ 11. കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ്? ഉത്തരം IT ആക്ട് സെക്ഷൻ 66. കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ പത്രങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ പ്രദർശിപ്പിക്കാൻ ആരുടെ അനുമതിയാണ് ലഭിക്കേണ്ടത്? സംസ്ഥാന പോലീസ് മേധാവി. 2 വർഷമോ അതിനു മുകളിലോ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തെ വിശേഷിപ്പിക്കുന്ന പേര്? ഉത്തരം വാറണ്ട് കേസ്. പോക്സോ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം മനേക ഗാന്ധി. ചൈൽഡ് പോർണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട IT ആക്ട് സെക്ഷൻ ഏതാണ്? ഉത്തരം IT ആക്ട് സെക്ഷൻ 67B. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നത് തടയാനായി കേരള പോലീസ് ആരംഭിച്ച നടപടി? ഓപ്പറേഷൻ പി ഹണ്ട്. പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഉത്തരം കേരള പോലീസ് ആക്ട് സെക്ഷൻ 8. പോക്സോ നിയമം സെക്ഷൻ 22 പ്രകാരം വ്യാജവിവരം നൽകുന്നത് ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ എന്താകും? ഉത്തരം 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ? വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ സെക്ഷൻ 66A സുപ്രീം കോടതി നീക്കം ചെയ്ത ദിവസം? ഉത്തരം 2015 മാർച്ച് 24. ഇന്ത്യൻ വിവരാവകാശ നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ദിവസം ഏത്? ഉത്തരം 2005 ജൂൺ 1. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്ന വർഷം? 2000. പോക്സോ വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന പോക്സോ ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഉത്തരം സെക്ഷൻ 22.
പോക്സോ നിയമം സെഷൻ 22 പ്രകാരം വ്യാജവിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കും? ഒരു ശിക്ഷയും നൽകാൻ പാടില്ല. ഇന്ത്യയിൽ ഗർഭഛിദ്ര നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1971. പോക്സോയ്ക്ക് മുൻപ് ഇന്ത്യയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശക്തമായ നിയമമായിരുന്ന ഗോവ ചിൽഡ്രൻസ് ആക്ട് നിലവിൽ വന്ന വർഷം 2003. പോക്സോ ആക്ടിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെയും ശിക്ഷകളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെഷനുകൾ ഏതൊക്കെയാണ്? ഉത്തരം 3 മുതൽ 12 വരെ. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്നും ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിക്ക് കച്ചവടം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ? ഉത്തരം 10 മുതൽ 20 വർഷം വരെ തടവും 1 മുതൽ 2 ലക്ഷം രൂപ പിഴയും. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഏതെങ്കിലും വ്യക്തിക്ക് കച്ചവടം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ പ്രതിപാദിക്കുന്ന NDPS സെക്ഷൻ ഏത്? ഉത്തരം NDPS സെക്ഷൻ 24.